മോർണിംഗ്. അപ്പോൾ അതാ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊന്തിയൊന്നും വന്നില്ല കേട്ടോ. നല്ല തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നത്. നന്നായിട്ട് പൊളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതാ ദോശയൊക്കെ ചുട്ടിട്ടെ. ഇന്ന് നമ്മുടെ പൊന്നൂൻ്റെ റൂട്ടി ദോശ ഇഡ്ഡലി വേണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഇന്ന് ദോശ. പിന്നെ നമുക്കിന്ന് നല്ല തിരക്കുള്ള ദിവസമല്ലേ, കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോകണം. ദോശ കുറച്ച് ചുട്ടെടുത്തിട്ട് മക്കൾക്കുള്ള ഇഡ്ഡലി ഉണ്ടാക്കണം. കാരണം പിള്ളേർക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം. നമുക്ക് ദോശ എടുക്കാൻ പെട്ടെന്ന് എളുപ്പമല്ലോ. ഇഡ്ഡലി ഉണ്ടാക്കാൻ നമ്മൾ കുറേ സമയം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ സാമ്പാറാണ് പറഞ്ഞേക്കണേ കുഞ്ഞു. അപ്പോൾ ഇനി സാമ്പാറും ഉണ്ടാക്കണം. അതുകൊണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബാക്കിയെല്ലാം തിരക്കുകളും ഉള്ളതുകൊണ്ട് അങ്ങനെ തോട്ടത്തിലേക്ക് പോയൊന്നുമില്ല കേട്ടോ. ഇനി എല്ലാം കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് പള്ളി കഴിഞ്ഞ് വരുമ്പോഴൊക്കെയോ എന്നാലും വലിയ സമയം കിട്ടാറില്ല. ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ. കുറച്ചൊക്കെ ചുട്ടത് നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് 2 തുള്ളി വെള്ളം ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ചൂടൊക്കെ ബാലൻസ് ആവട്ടോ. അപ്പം ദേ ഞാനൊരു ദോശയ്ക്ക് അടുപ്പയിൽ ഇട്ടിട്ട് പോയി പാലെടുത്തോണ്ട് വന്നേ. അപ്പം നമ്മളിവിടെ തൊട്ടടുത്തു നിന്നാണ് ഈ പാല് വാങ്ങണേ. അപ്പം ഇതൊന്ന് അടുപ്പ് വെച്ച് ഞാൻ നെയ്യ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങ് പതിയെ വെച്ച് ആ പാടയൊക്കെ നന്നായിട്ട് വെന്ത് തീ കുറച്ചിട്ടങ്ങ് നന്നായിട്ട് വേവിച്ചാണ് പാട എടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഇത് ഇങ്ങോട്ട് നിന്ന ആ കാര്യം കൂടെ നടന്നോളൂ. പാലിങ്ങനെ നന്നായിട്ട് വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയോ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് പാട ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് നെയ്യ് എടുക്കുന്ന രീതിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് 3-4 ദിവസം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ഇന്ന് പൊന്നുവിൻ്റെ ഇഷ്ടത്തിനാണ് ഫുഡെല്ലാം, അതുകൊണ്ടാണ് പൊന്നുവാണ് ദോശയോ ഇഡ്ഡലിയോ വേണമെന്ന് പറഞ്ഞത്. അപ്പം സാമ്പാർ വേണമെന്നാണ് പറഞ്ഞേക്കണേ. അവളുടെ അംഗൻവാടിയിലേക്കൂട്ട് സാമ്പാർ വേണമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതാ ഇത് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചാൽ അതും അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്നും അരിഞ്ഞോണ്ടിരിക്കും കേട്ടോ. പൊന്നൂസിന് ചെറുതായിട്ട് അരിയണം, അതുകൊണ്ട് തീരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നുള്ള സാധനങ്ങളാണ് പയറ്, ബീൻസ്, വഴുതനങ്ങ, ചേന, ചേമ്പ്, നിത്യവഴുതന, കോവയ്ക്ക, ഇതൊക്കെയുണ്ട്. പിന്നെ ക്യാരറ്റും പൊട്ടറ്റോയും പുറത്തുനിന്ന് വാങ്ങിച്ചു. പാലൊന്ന് തിളച്ചിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഊതി കൊടുത്താൽ പിന്നെ ഓക്കെ. പിന്നെ അങ്ങ് സിമ്പിളിട്ട് വെച്ചാൽ അതങ്ങനെ അങ്ങ് തിളച്ച് നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പം നമുക്ക് പാടയൊക്കെ ഫുള്ള് അങ്ങ് പോയി. അതേ സാമ്പാറിനുള്ള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദോശ ചുട്ട് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരിടെ കഴിഞ്ഞ ദോശ ചുടിയിൽ തീരും കേട്ടോ. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കുക്കറിൽ ഞാൻ ഒന്നിച്ചാട്ടോ വേവിക്കണേ. അപ്പോൾ ഇതാ ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുപ്പിലേക്ക് തന്നെ ഇത് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വെക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ അടുപ്പും കത്തിക്കുമ്പോഴാണ് കൂടുതൽ ഗ്യാസ് തീരുന്നതെന്ന് പറയണേ. അപ്പോൾ എൻ്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ആ അടുപ്പിൽ തന്നെ വെക്കുവാണെങ്കിൽ അത്രയും ഗ്യാസ് ലാഭിക്കാമെന്ന് പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് നേരാന്ന് സത്യം, ഞാൻ എന്നും അങ്ങനെയാണ് ചെയ്യണേ. ഇത് അകത്തെ പരിപാടി അത്യാവശ്യം ഒന്ന് ഒതുക്കിയിട്ട് മിറ്റടിക്കാൻ ഇറങ്ങിയതാണ്. മഴ പെയ്തതിനെ തുടർന്ന് മുറ്റത്ത് ഒത്തിരി പുല്ല് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ മിറ്റടിക്കുമ്പോൾ ഏറ്റവും വലിയ പുല്ലൊക്കെ ഒന്ന് പൊക്കി കളയൂ കേട്ടോ. പണ്ട് തൊട്ട് അങ്ങനെ ഒരു ശീലം വന്നേക്കണോണ്ട് അങ്ങനെ അങ്ങ് പുല്ല് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് പറിക്കാൻ തോന്നും കേട്ടോ, എത്ര തിരക്കാണെങ്കിലും. അന്നോർത്ത് എൻ്റെ മുറ്റത്ത് പുല്ലിന് യാതൊരു കുറവുമില്ല കേട്ടോ. തിരക്കിനിടയിൽ ഒരബദ്ധം പറ്റിപ്പോയിട്ടോ. ദോശ ഉണ്ടാക്കിയപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ അങ്ങനെ അങ്ങ് ആക്കി കേട്ടോ. അപ്പോൾ ഒന്ന് ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു തന്നെ. ദോശയും സാമ്പാറുമല്ലോ. പൊന്നൂന് ഇഷ്ടപ്പെട്ട അംഗൻവാടിയിലെ സാമ്പാർ അല്ലേ? കഴിച്ചു. എന്നിട്ട് പള്ളി പോകാനുള്ള ആയിക്കോട്ടെ, കഴിക്കട്ടോ. പൊന്നു എവിടെ പോണേ? പള്ളിയിൽ
ഈ ചോപ്പയോടെ ഇതേ അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാൻ നേരം ഇതേ പൊന്നൂനെ ഒന്ന് റെഡി ആക്കണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.